ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്കൊരു ബീഫ് കറി എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം. 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. പോത്തിറച്ചിയാണ് നല്ലത്. കണ്ടാൽ എങ്ങനെ മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ കുറച്ച് ഡാർക്ക് കളറ് കൂടുതലായിരിക്കും മറ്റേ ഇറച്ചിയെക്കാട്ടിൽ. 1 കിലോ ബീഫ് കറി വെക്കാൻ വേണ്ട സാധനങ്ങളാണ്: 2 കുടം വെളുത്തുള്ളി റെഡിയാക്കിയത്, കറിവേപ്പില, അരമുറി തേങ്ങ പീസാക്കിയത്, ചെറിയ കഷണം ഇഞ്ചി, 5 പച്ചമുളക്, 1 സവാള, കുറച്ച് 10-20 ചുവന്ന ഉള്ളി. ഇത്ര സാധനങ്ങളാണ് വേണ്ടത്. ഇവിടെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. പാൻ എടുക്കുക, ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് നല്ല 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക. 2-3 സ്പൂൺ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. സാധനങ്ങളെല്ലാം വഴറ്റാനാണ്. അതിലേക്ക് തേങ്ങ ആദ്യം ഇടണം. തേങ്ങ ഒരുവിധം നന്നായി മൂത്തതിന് ശേഷം മാത്രമേ അടുത്ത സാധനങ്ങൾ ഇടാവൂ. തേങ്ങ ഒരുവിധം മൂത്തിട്ടുണ്ട്. തീ എന്തെങ്കിലും കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ കുറച്ചേക്കണം. കരിയാൻ പാടില്ല. ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടുക. നന്നായിട്ട് ഇളക്കുക. ഇത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അല്ല, വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്. ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഓരോന്നായിട്ട് ഇടാം. ഓർഡറൊന്നുമില്ല. പച്ചമുളക്, ചുവന്നുള്ളി, സവാള എല്ലാം ഇട്ടിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ആവശ്യമുള്ള പൊടികളാണ് പറയാൻ പോകുന്നത്. ഇത് 1/2 സ്പൂണ് ഗരം മസാല, 1/4 സ്പൂണ് കായപ്പൊടിയാണ് എടുത്തു വച്ചിരിക്കുന്നത്. കായപ്പൊടിക്ക് പകരം ചെറിയ കഷ്ണം കായമായാലും മതി. 2 സ്പൂണ് മല്ലിപ്പൊടി, 2.5 സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂണ് കുരുമുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾ പൊടി. സാധനങ്ങൾ കുറച്ച് വഴറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഈ പറഞ്ഞിരിക്കുന്ന പൊടികളെല്ലാം കൂടെ ഇടുക. പൊടിയും ബീഫും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒരു കുക്കറിലേക്ക് മാറ്റുക. കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനിതിൽ വെള്ളം ഒട്ടും ഒഴിക്കില്ല. ഒന്നുകിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മൂടി അടച്ച് വേവിച്ചോളുക. അല്ലെങ്കിൽ ഞാൻ സാധാരണ ചെയ്യുന്നത് ഒരു 10-20 മിനിറ്റ് നേരം ചെറിയ തീയിൽ തുറന്നു വെച്ച് ഇങ്ങനെ വേവിക്കും. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വെള്ളം വരും. ബീഫൊക്കെ 90% വെള്ളമാണെന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വെള്ളം വരും. വെള്ളം വന്നതിന് ശേഷമേ മൂടി അടച്ച് ഞാൻ വേവിക്കാറുള്ളൂ. ഇനിയിപ്പം നമുക്ക് അടച്ച് വേവിക്കാം. അരമണിക്കൂറിന് ശേഷം കുക്കർ തുറന്നു നോക്കുക. ഈ സമയം എടുത്തു വച്ചിരിക്കുന്ന കായപ്പൊടിയും ഗരം മസാലയും ചേർക്കുക. ഇവിടെ വെള്ളം കൂടുതലാണെങ്കിൽ വറ്റിച്ചെടുക്കുക. നമുക്കിവിടെ ബീഫ് നന്നായി വെന്തിട്ടുണ്ട്. അതുകൊണ്ട് കടുവറുത്ത് എടുക്കാം. ബീഫ് കറി റെഡി ആയിട്ടുണ്ട്.